പിന്നെ ഏതെങ്കിലും മതവിരുദ്ധൻ യൂട്യൂബിൽ ജീവിക്കാൻ വേണ്ടി മറ്റു ജോലികളൊന്നും പറ്റാതെ വരുമ്പോൾ പഠിച്ച പണി ചില പുതിയ ആദർശങ്ങളുടെ കാരണത്താൽ ജീവിത സന്ധാരണ മാർഗത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ, അങ്ങനെയാണ് എക്സ് മുസ്ലിമുകളിലുള്ള ചില ഡോക്ടർമാരൊക്കെ ഹോമിയോ ഡോക്ടർമാരാണ്. അവർ പോയി ഈ എക്സ് മുസ്ലിം ആയപ്പോൾ മതം മാത്രമല്ല ശരിയല്ല എന്ന് തോന്നിയത്, അതുവരെ അവർ 5-6 വർഷം എടുത്ത് പഠിച്ച ഹോമിയോ വൈദ്യശാസ്ത്രം ശരിയല്ലെന്നും അത് സൂഡോ സയൻസ് ആണെന്നും അവർക്ക് ബോധ്യപ്പെട്ടു അത്രേ. അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടൂല എന്ന് അവർക്ക് തീരുമാനമായി. അവരിതുവരെയും ഈ മേഖലയിൽ ഡോക്ടർമാരായി പ്രവർത്തിച്ചവരാണ്. ആ സീസണിൽ നിരവധിയായ രോഗികളെ അവർ ചികിത്സിച്ചതും ഭേദപ്പെട്ടതുമാണ്. അത് അവരുടെ അനുഭവമാണ്. ലോകത്ത് കാലങ്ങളായി ഒരു വൈദ്യശാസ്ത്രം നിലനിൽക്കുന്നുവെങ്കിൽ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും, അതിൻ്റെതായ നന്മകളുണ്ടാകും. ഞാൻ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തെ പ്രത്യേകമായി പ്രൊമോട്ട് ചെയ്യാനല്ല അത് പറയുന്നത്. ആയുർവേദമാവട്ടെ, യുനാനി ആവട്ടെ, ഹോമിയോ ആവട്ടെ, സിദ്ധമാവട്ടെ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. നമുക്കറിയാലോ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ച 4-5 ചികിത്സാ രീതികൾ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനപ്പുറം ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച നിരവധിയായ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഹോമിയോ എന്ന് പറയുന്നത്. പലരും അതിൻ്റെ അനുഭവസ്ഥരാണ്. പക്ഷെ അത് സൂഡോ സയൻസ് ആണെന്ന് മനസ്സിലായി. ഏതുപോലെ ഇസ്ലാം ശരിയല്ല എന്ന് മനസ്സിലായതുപോലെ അതോടുകൂടി ഡോക്ടർ പണി ചെയ്യാൻ പറ്റാതെയായി. ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ ഈ ഹോമിയോ പോലെയുള്ള ഏതെങ്കിലും ഒരു സമാന്തര ചികിത്സാ രീതിയുടെ ഗുണങ്ങൾ പറയാനല്ല എൻ്റെ ഈ വേദിയിലെ ലക്ഷ്യം. അവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശനത്തിൽ കൂടുന്നു എന്നതിൻ്റെ ഒരു കാരണം പറയാനാണ്.